അപ്പോൾ ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു അടിപൊളി ലോഞ്ചറാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നത്തെ പോലെ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോഞ്ചർ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ വിൻഡോസ് PC യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ വിൻഡോസ് 7 ശേഷം ഇറങ്ങിയ നമ്മുടെ വിൻഡോസ് 8 ആയിരുന്നാലും 10 ആയിരുന്നാലും ഏകദേശം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ലോഞ്ചറാണ്. നമ്മൾ അതേ സിസ്റ്റത്തിലെ മെട്രോ എങ്ങനെ നമ്മുടെ മൊബൈലിൽ കൊണ്ടുവരാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വിൻഡോസ് 7 കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാത്തിൻ്റെ സ്റ്റാർട്ട് മെനു നമ്മൾ മെട്രോ എന്നാണ് പറയുന്നത്. അതേ ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ മൊബൈലിൽ കൊണ്ടുവരാം, അത് ജസ്റ്റ് ഒരു ലോഞ്ചറിൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലോഞ്ചർ എന്നാണിത്. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കുറച്ച് പെർമിഷൻസ് ആയിരിക്കും ചോദിക്കുന്നത്, അതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം എനേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എങ്ങനെ നമ്മളൊരു കമ്പ്യൂട്ടർ കാണുന്നു, അതിൻ്റെ ഒരു വ്യത്യാസമില്ലാതെ കറക്റ്റ് അതേമാതിരിയാണ്. നമുക്ക് ടാസ്ക് ബാർ എല്ലാം കാണാം, സ്റ്റാർട്ട് മെനു എല്ലാം കാണാം. ഞാനിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് മെനുവിൽ എൻ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മാപ്സ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് ബാറിൽ ഇവിടെ കാണാൻ സാധിക്കും ടൈം, ഡേറ്റ് എല്ലാം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കറക്റ്റ് അതേപോലെയുള്ള ഒരു ഫീച്ചേഴ്സാണ് ഇതിലും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാനൊന്ന് ക്രോമിൻ്റെ സിമ്പിൾ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കറക്റ്റ് ക്രോം എങ്ങനെയാണോ അതുമാതിരി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഒന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഡിവൈസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ലോക്കൽ ഡിസ്ക് C എന്ന് പറഞ്ഞ ഒറ്റ പാർട്ടീഷനേ ഉള്ളൂ, അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് മെമ്മറി കാർഡ് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത 2 പാർട്ടീഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻബിൽറ്റ് സ്റ്റോറേജ് ആയിട്ടുള്ള ഇൻറ്റേർണൽ മെമ്മറി മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി ലോഞ്ചറാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി ആപ്പിൻ്റെ റിവ്യൂവുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ആപ്പുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ബൈ.